ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നത്തെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാനാണ്. നമുക്ക് അതേതാണെന്ന് നോക്കാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പിക്ചർ എടുക്കുവാണ്. പിക്ചർ വന്നതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഡ്രോയിങ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ എന്തെങ്കിലും എഴുതാനും വരയ്ക്കാനും ഒക്കെ പറ്റും. നമുക്കിവിടെ താഴെ ഒത്തിരി കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പം വൈറ്റ് ആണ് എടുക്കുന്നത്. ഇത് ആ സ്ക്രീനിലൊന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ഇനി ഈ കളേഴ്സൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ആ കളർ പാനലൊന്ന് ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇഷ്ടമുള്ള കളർ അതിലൂടെ സെറ്റ് ചെയ്യാവുന്നതാണ്. മുകളിൽ ഇറേസറിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. സൈഡിൽ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് മായ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷൻ പ്രധാനമായും യൂസ്ഫുള്ളായി വരുന്നത് ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് അവരെ വിഷ് ചെയ്ത് സ്റ്റോറി ഇടുമ്പോഴും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും വെറൈറ്റി ആയിട്ട് സൂക്ഷിക്കുക എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ നെയിമും എൻ്റെ ബയോയും ഒക്കെ ഫുള്ള് വെറൈറ്റി ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ നമ്മുടെ പ്രൊഫൈൽ അട്രാക്റ്റീവായിട്ട് വെക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഫോൺസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനായി നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ വന്നതിന് ശേഷം ഇവിടെ മുകളിൽ ഫോൺസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഇവിടെ ഒത്തിരി ഫോൺസ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നമ്മളിവിടെ ഫോൺ സ്റ്റൈലിഷ് ടെക്സ്റ്റ് ആൻഡ് കൂൾ ഫോൺസ് എന്ന് പറഞ്ഞ ആപ്പ് സെലക്ട് ചെയ്യുക. ഇത് അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. 1 million+ ഡൗൺലോഡ്സ് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഫോൺസ് എന്ന ഭാഗം ആദ്യം സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ താഴേക്ക് ഒത്തിരി ടൈപ്സ് ഓഫ് ഫോൺസ് കാണാൻ സാധിക്കും. നമുക്കിവിടെ മുകളിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പം ഹലോ എന്ന് അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോൺസ് ആ പോർഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്കിവിടെ ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ബയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് കിടക്കാം. നമ്മുടെ അക്കൗണ്ട് എപ്പോഴും ബിസിനസ് പ്രൊഫൈൽ ആക്കിയിടുക. ഒരു കാര്യമില്ലെങ്കിലും ബിസിനസ് പ്രൊഫൈൽ ആക്കിയിടുന്നതായിരിക്കും ഫോളോവേഴ്സ് കൂടാനും റീച്ച് എത്താനും ഒക്കെ ബെസ്റ്റ്. ഞാൻ എങ്ങനെ ബിസിനസ് പ്രൊഫൈൽ ആക്കാമെന്ന് കാണിച്ചു തരാം. അതിനെ ഇവിടെ മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് വന്നതിന് ശേഷം താഴെ അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ സ്വിച്ച് ടു ബിസിനസ് അക്കൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സ്വിച്ച് ടു ബിസിനസ് അക്കൗണ്ട് നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ എത്ര പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ സാധിക്കും. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഇടുന്നതിനെക്കാട്ടും റീച്ച് വീഡിയോസിനൊക്കെ ലഭിക്കുന്നതാണ്. നമുക്ക് എത്ര ഫോട്ടോസ് ഇട്ടാലും അധികം റീച്ച് കിട്ടണമെന്നില്ല. അതേ സമയത്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടും. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. 506 ലൈക്കാണ് ഈ ഫോട്ടോയ്ക്ക് വന്നിട്ടുള്ളത്. വീഡിയോൻ്റെ റീച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 12,353 വ്യൂസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യുന്നതിനെക്കാട്ടും നന്നായിട്ട് വീഡിയോസ് ആഡ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് റീച്ച് ആവുകയും അതുമാത്രമല്ല അതിലൂടെ ഫോളോവേഴ്സ് വർദ്ധിക്കാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിവരങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരികയോ വീഡിയോ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. Okay, thank you for watching my channel. Bye.